നാടകീയതകൾക്കൊടുവിൽ പ്രജ്വൽ രേവണ്ണ അറസ്റ്റിൽ. അർദ്ധരാത്രി 1 മണിയോടെയാണ് ജർമ്മനിയിൽ നിന്നും പ്രജ്വൽ ബംഗളൂരുവിലെത്തിയത്. വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രജ്വലിനെ കനത്ത സുരക്ഷയിൽ CID ഓഫീസിലേക്ക് എത്തിച്ചു. ദിവസം നീണ്ട വിദേശത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ ബംഗളൂരുവിൽ തിരിച്ചെത്തിയത്. ലുഫ്താൻസ എയറിന്റെ വിമാനത്തിൽ പുലർച്ചെ 1 മണിയോടെ പ്രജ്വൽ എത്തി. അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നതിനാൽ ഇമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് തന്നെ CISF പ്രജ്വലിനെ തടഞ്ഞു. തുടർന്ന് പുറത്തു കാത്തുനിന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. വിമാനത്താവളത്തിലെ 2ാം ടെർമിനലിൽ കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് പിടിതരാതെ 1ാം ടെർമിനലിന്റെ സമീപത്തുകൂടിയാണ് പ്രജ്വലിനെ പുറത്തിറക്കിയത്. ഉടൻ തന്നെ CID ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തു. രാവിലെ 10:30 ശിവാജി നഗറിലെ ബൗറിംഗ് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തും. പ്രജ്വലിന്റെ ജാമ്യാപേക്ഷ ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്ന പ്രജ്വലിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രജ്വലിന്റെ അറസ്റ്റിന് മുന്നോടിയായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ലൈംഗികാതിക്രമ കേസിലെ പ്രതിയാണ് ബംഗളൂരുവിൽ തിരിച്ചെത്തിയത്. പ്രജ്വലിൻ്റെയും കുടുംബത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനം വളരെ ശക്തമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തുടരന്വേഷണത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.